ഇന്ന് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഇസ്മിന്റെ ഉപയോഗങ്ങളെ പറ്റിയിട്ടും ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ വരും. പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഇസ്മ അനാവശ്യമായിട്ട് അനർഹരായവരിലേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു ഇസ്മ കൂടെയാണ് ഇത്. കേൾക്കുന്ന എല്ലാവർക്കും ഈ ഇസ്മ ഒരു സന്ദർഭത്തിലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അത്ഭുതകരമാകുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ എതിരാളിയെ പരാജയപ്പെടുത്താൻ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടും. എതിരാളിയെ പരാജയപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എതിരാളികളെ പരാജയപ്പെടുത്താൻ അത് അത്രയും നമുക്ക് പ്രയാസം നേരിടുമ്പോൾ, നമ്മെ വല്ലാതെ അനീതിയോടുകൂടെ അധാർമികമായിട്ട് നമ്മെ ചൂഷണം ചെയ്യുമ്പോൾ, നമ്മെ ആക്രമിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അത്തരം അക്രമികളുടെ ശല്യം തീർത്ത് കിട്ടാനും അവരെ ഒഴിവാക്കാനും അവരെ നശിപ്പിക്കാനൊക്കെ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് അത്തരം ചില അനീതിയോടുകൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചടിക്കുന്നത് കൊണ്ട് ഇത് അധാർമികമായോ അത് അല്ലെങ്കിൽ നമുക്ക് നിർബന്ധിതാവസ്ഥയിലല്ലാതെയോ ഈ ഇസ്മ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് റീപ്ലൈ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയുന്നത്. നേരിട്ട് കാണാനുള്ള ദിവസങ്ങൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കില്ല, ഉള്ളത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ID ഉണ്ട്, അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ചയൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടാകുക എന്നുള്ളത്. അതേപോലെ തന്നെ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് കിട്ടുന്നില്ല. ഞങ്ങൾ 6 മാസമായി 7 മാസമായി ബുക്കിങ്ങിന് ശ്രമിക്കുന്നു, ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സമയം പാലിച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുക. ഞായറാഴ്ച 10 മണി മുതൽ നിങ്ങൾ കോൾ ചെയ്താൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ട് അവർക്ക് ടോക്കൺ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓരോ ചൊവ്വാഴ്ചകളിലും അത്രയും ആളുകൾ ഇവിടെ എത്തുന്നത്. കോൾ എടുക്കാതെ ആരും എത്തൂലല്ലോ. അപ്പൊ കോൾ എടുക്കുന്നുണ്ട്, സമയം പാലിച്ച് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മെസ്സേജുകൾക്ക് റീപ്ലൈ കിട്ടാത്തതിന്റെ കാരണം നമുക്ക് ഈ ഒരു സംഭവം മാത്രമല്ല, ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ വേറെയും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് വീണ് കിട്ടുന്ന സമയം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കോൾ ചെയ്യുമ്പോൾ മറ്റുള്ള സന്ദർഭങ്ങളിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ എടുക്കാൻ പറ്റാത്തത്. ഇങ്ങനെ നമുക്ക് പറയുമ്പോൾ ഒറ്റ തവണ പറയലോടുകൂടെ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ ഇത് പറയേണ്ടി വരുന്നത്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ,
കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമലുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. 99 ഇസ്മുകളെ കുറിച്ച്, അതിൽ ഭൂരിഭാഗം ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ ചില ഇസ്മുകളെ കുറിച്ച് കൂടുതലായി പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം ഇസ്മുകൾ വീണ്ടും നമ്മൾ അതിനെ കുറിച്ച് പറയും. ഇത് പലരും എഴുതി വെക്കുന്ന ആളുകളൊക്കെയുണ്ട്, അവർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഇസ്മ അത് വളരെ ശ്രേഷ്ഠതയുള്ളൊരു ഇസ്മാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ 99 നാമങ്ങളിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്മിന്റെ അർത്ഥം ആദ്യം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതിന്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഹൃദയത്തിൽ കൈവച്ച് ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് ആ ഇസ്മിനെ പരിചയപ്പെടാം. അൽ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മാണ്. അൽ മുമീത്ത്, മുമീത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ ശരിക്കും യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മരിപ്പിക്കുന്നവൻ എന്നാണല്ലോ. നമുക്കറിയാം മുമീത്ത് എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നവൻ, മുഹ്യി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നവൻ. ഇതൊക്കെ നമുക്ക് അതിന്റെ അർത്ഥം അറിയാം. മുമീത്ത് ജീവൻ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ജീവൻ തിരിച്ചെടുക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ അല്ലാഹു മാത്രമാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അവനല്ലാതെ ആരാധനക്കർഹൻ ഒരാളുമില്ല, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണത്. ഒരാളെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ്, മരിപ്പിക്കാൻ കഴിയുന്നവനും അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവാണ് അത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ നാമമാണല്ലോ മുമീത്ത് എന്ന് പറയുന്ന നാമം. അപ്പൊ ഈ ഒരു ഇസ്മ കൊണ്ടുള്ള ഒരു ഉപയോഗം ഏകദേശം ഇതിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട ഒരു ഉപയോഗം തന്നെയാണ്. അള്ളാഹുവിന്റെ അടിമ എന്ന അടിസ്ഥാനത്തില് നമ്മള് ഈ ദേഹേച്ഛകളെയും പൈശാചിക ബോധനങ്ങളെയൊക്കെ നിഗ്രഹിക്കൽ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ കാമാർത്തിയെ ഒതുക്കാനും അക്രമകാരികളായ ആളുകളെ, തെമ്മാടികളായ ആളുകളെ അവരൊക്കെ നശിപ്പിക്കാനും ചീത്ത വികാരങ്ങളെ നിർവീര്യമാക്കാനും ഈ നാമം വളരെയധികം ഉപയോഗപ്രദമാണ്. എന്ന് വെച്ചാല് ഞാനതിന്റെ ഈ അക്രമികളുമായി ബന്ധപ്പെട്ട, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇതിനുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. അതിന്റെ മുമ്പ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദുസ്വഭാവങ്ങൾ ഉണ്ടാകും. അത് ഓരോരുത്തരും ഒരു ഭീതിയോടുകൂടെ കൊണ്ട് നടക്കുന്നവരുണ്ടാകും. ചില ആളുകളുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടാകും. ആ ദുസ്വഭാവം അത് അവർക്ക് ഒഴിവാക്കണം എന്നുണ്ടാകും, പക്ഷെ അതിനെ അഡിക്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ കഴിയൂല. അത്തരം ചില ദുസ്വഭാവങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വൃത്തികേട്, ഒരു ഹറാമ് ചെയ്യുന്ന ഒരു സ്വഭാവം അത് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ട്. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വിഷയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ ഒരു ആനന്ദം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഖേദമുണ്ടാകുകയും ചെയ്യുന്നു. പിന്നീട് അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ അഡിക്റ്റ് ആകുക എന്നുള്ളത്. അത്തരം സന്ദർഭങ്ങളിലാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരാൾ മദ്യപിക്കുന്നു. മദ്യപിക്കുന്ന സമയത്ത് നല്ല ആവേശമാണ്, നല്ല സന്തോഷമാണ് മദ്യപിക്കുന്ന സമയത്ത് അവനുണ്ടാകുന്നത്. എന്നാൽ മദ്യപിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞതിന്റെ ഒരു കിക്കൊക്കെ മാറിയതിന്റെ ശേഷം അവന്റെ മനസ്സിൽ വരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു, ഇത് തെറ്റാണല്ലോ, ഇത് ചെയ്യാൻ പാടില്ല. ഇത് മദ്യപാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നാം അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഈ മാസ്ട്രബേഷൻ ചെയ്യുന്ന ആളുകള്, അതേപോലെ തന്നെ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇത്തരം ഗണത്തിൽ പെടുത്താവുന്ന രൂപത്തിലുള്ള ഉദാഹരണങ്ങളാണ്. അത് ചെയ്യുന്ന സമയത്ത് ആനന്ദവും സന്തോഷവും ഉണ്ടാകും, അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അതേപോലെ തന്നെ നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ, ചില പ്രത്യേക ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് കേടാണെന്ന് നമുക്കറിയാം. കേടാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നു, കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കേണ്ട തോന്നുന്നു, പിന്നെ അതൊരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കഴിക്കുന്നു. അങ്ങനെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ
അത്തരം ദുസ്വഭാവങ്ങൾ നമ്മുടെ ചിന്തയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഈ ഒരു ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരാൾക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വിചാരിക്കുക, സ്വന്തം അവിഹിത ബന്ധമുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നുകയാണ്, എൻ്റെ വൈഫ് ഉണ്ടായിരിക്കെ ഞാൻ ഇത്തരം ഒരു ബന്ധം സ്ഥാപിച്ചു മുന്നോട്ട് പോകുന്നത് അതിഷ്ടമല്ല, അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അത് ശരിയല്ല. അള്ളാഹു എനിക്ക് ഇങ്ങനെ നല്ലൊരു ഇണയെ നൽകിയിട്ട് ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കാം എന്നാണ് അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരിക്കുന്ന സമയത്തും അങ്ങനെ മനസ്സിലുണ്ട്. തിരിച്ചു ആവാം, മനസ്സിലായല്ലോ. ഒരു സഹോദരിക്ക് മറ്റൊരാളുമായിട്ട് ഒരു അടുപ്പം, ഭർത്താവ് അല്ലാത്ത മറ്റൊരാളുമായിട്ട്, അത് സംസാരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, അവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഖേദം വരും, ഒരു പശ്ചാത്താപ ബോധം വരും, എനിക്കിങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ തോന്നും. ഇത്തരം സ്വഭാവങ്ങൾ, നമ്മിൽ തന്നെയുള്ള സ്വഭാവങ്ങൾ ഒഴിവാക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഫലപ്രദമാണ് അത്തരം സ്വഭാവങ്ങൾ. ഇത് മറ്റുള്ളവരുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം ഇണക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുമ്പോൾ ആ കണക്ഷൻ അവരിൽ നിന്നും ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യാ മുമീത്തു യാ അല്ലാഹ്, യാ മുമീത്തു യാ അല്ലാഹ്. എത്രയാണ് ചൊല്ലേണ്ടത് അതിന്റെ എണ്ണം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആരുടെയെങ്കിലും ഇത്തരം ഹറാമുമായി ബന്ധപ്പെട്ട ബന്ധങ്ങള്, ഇത്തരം അവിഹിത ബന്ധങ്ങള്, ഇങ്ങനെയുള്ള കണക്ഷന് ചിലപ്പോൾ മക്കൾക്കൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ ചില അഫെയറൊക്കെ ഉണ്ടാകും. അപ്പൊ അത്തരം അഫെയറുകളിൽ അവരുടെ അത്തരം റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ അടുക്കൽ തന്നെ വരാറുണ്ട്. അവർക്കൊക്കെ ഈ ഇസ്മ പ്രത്യേക നിയ്യത്തോടു കൂടെ ചെയ്യാവുന്നതാണ്. അപ്പൊ അത്തരം ആ ബന്ധം അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനും അതൊരു ബ്രേക്കപ്പിലേക്ക് എത്താനൊക്കെ നമ്മുടെ ഈ ഇസ്മ കാരണമാകുമെന്നുള്ളതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. ഇത് അത്രമേൽ ദൂഷ്യഫലം അത് അർഹതയോടുകൂടെ അല്ലാതെ അത് അനർഹരിലേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് നമുക്ക് ഒരാളോട് വെറുതെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിട്ട് അയാളെ തകർക്കാൻ വേണ്ടി ഇത് ചൊല്ലുമ്പോൾ അത് നമ്മെ വല്ലാതെ ദോഷം ചെയ്യുന്നുള്ളത് ഓർമ്മിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം അതാണ്. ഇത് ദിനം പ്രതി പതിവാക്കുന്നവൻ, ഈ യാ മുമീത്തു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവർ, അവർ അക്രമിക്കെതിരായോ തെമ്മാടിക്കെതിരായോ ദുആ ചെയ്താൽ ആ ദുആ ഉടൻ തന്നെ അതിന് ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ ഇസ്മ നമുക്ക് മുറുകെ പിടിക്കാം. ഇത് ശത്രുക്കളൊക്കെ ഒരുപാടുള്ള ആളുകളെ, അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, സൗഹൃദ വലയങ്ങളിൽ നിന്നൊക്കെ നമ്മെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്കിടയിൽ നമുക്ക് നല്ല ഉയർച്ചയും വളർച്ചയും ലഭിക്കാനും അവരുടെ കുതന്ത്രങ്ങളൊക്കെ ധൂളികളായി പോകാനും അതൊന്നും നമ്മിലേക്ക് വരാതെ നമുക്ക് മുമ്പിൽ ഒരു കവചം അവിടെ നിർമ്മിക്കപ്പെടും. ആ കവചം അതിനെ തൊട്ടൊക്കെ തടയും. അങ്ങനത്തെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മ. അപ്പൊ ഇത് ദിനം പ്രതി എത്ര എണ്ണമാണെന്നുള്ള പറയുന്നുണ്ട്. ദിനം പ്രതി ഇത് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അക്രമിക്കെതിരെയോ തെമ്മാടികൾക്കെതിരെയോ നമ്മുടെ ശത്രുക്കൾക്കെതിരെയോ ഒരു നിമിഷം ഒരു കൈ ഉയർത്തിയാൽ മതി. ആ നിമിഷം തന്നെ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അവിടെ തകർന്നടിഞ്ഞു പോകുമെന്നുള്ളതാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ, അപ്പോ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. നീതിയും ന്യായവും കൂടാതെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തയാൾക്ക് തന്നെ തിരിച്ചടിക്കും. പിന്നെ അതിന് എത്ര പ്രതിവിധി ചെയ്താലും ചിലപ്പോ അത് ഫലം ചെയ്തോളണമെന്നില്ല. നമ്മളൊരു കാര്യം അറിയുമ്പോൾ അനീതിയോടുകൂടെ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് വല്ലാതെ നമുക്ക് ദൂഷ്യഫലം ചെയ്യുമെന്നുള്ളത് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നന്നായിട്ട് തിരിച്ചടിക്കും. അപ്പൊ നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം ഇസ്മുകളൊന്നും മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കരുത്. നമ്മെ അത്രമേൽ കഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവന് തന്നെ ബാധിക്കുമെന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് തന്നെ ബാധിക്കുമെന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കണം. എതിരാളികൾ പരാജയപ്പെടാൻ ഇത് 70 തവണ ഉരുവിടുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. അത് നല്ല ഫലം ചെയ്യുമെന്ന് ചില കിതാബുകളിൽ, ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഒരാൾ ഈ നാമം പതിവാക്കുകയും, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാൾ ഈ നാമം പതിവാക്കി കഴിഞ്ഞാൽ സ്ഥിരമായി പതിവാക്കിക്കൊണ്ടേയിരിക്കുക, ഒരു പ്രത്യേക ഹാലിൽ എത്തുന്നത് വരെ ഇത് തുടരുകയും ചെയ്താൽ പിന്നെ ആ ആള് അയാളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുമ്പോൾ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ
പ്രയാസങ്ങൾ അത് ഉടനെ തന്നെ അതില്ലാതാകും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു കച്ചവടം തുടങ്ങി, നമ്മളൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോഴേക്ക് അപ്പുറത്തുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് നമ്മോട് ശത്രുതാ മനോഭാവവും അസൂയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കൊക്കെ അറിയാം, അത് നന്നായിട്ടുണ്ടാകും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്മിനെ പതിവാക്കുന്നയാള് ഒരു പ്രത്യേക ഹാലിലെത്തുന്നത് വരെ ഇത് തുടർന്നു കൊണ്ടിരുന്നാൽ അവർ അത് പതിവാക്കുന്നതിനനുസരിച്ച് അയാളിൽ ഒരു പ്രത്യേക അവസ്ഥ എത്തുകയും പിന്നെ അയാൾ ആ അവസ്ഥയിലിരുന്ന് ദുആ ചെയ്യുമ്പോൾ അത് ഉടനെ ഫലിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഇത്തരം അമലുകൾ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും പറയാറൊന്നുമില്ല. ഇടയ്ക്ക് ഇത്രയും ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും, പക്ഷെ അത് മാത്രം പോരാലോ. നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്, നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. അത്തരം ആളുകളുടെ പ്രയാസങ്ങളോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നിങ്ങൾക്ക് നീതിയോടുകൂടെ, ഇത് നല്ല മനസ്സോടുകൂടെ അനീതിയില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എതിരാളികൾ പരാജയപ്പെടാൻ, എതിരാളികൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 70 തവണയാണ് ഇത് ഓതേണ്ടത്. അപ്പോൾ നമുക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളത്. ഹൃദയത്തിൽ കൈവച്ച് ഈ ഇസ്മ 70 തവണ ഉരുവിട്ടുകൊണ്ടിരുന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അവന്റെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ പ്രത്യേകമായിട്ട് ഒരു ലദ്ദത്ത് അവന് വന്ന് ചേരാൻ കാരണമാകുമെന്നുള്ളതാണ്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ഉരുവിട്ടുകൊണ്ടേയിരിക്കാം. എന്തെങ്കിലും മ്ലേച്ഛമായ ദുശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുശീലങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവര്, അതേപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവരൊക്കെ ഈ ഇസ്മ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ മതി. ശരീരം തന്റെ അധീനതയിൽ വരും എന്നുള്ളതാണ്. ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ദിനം പ്രതി ഇത് 70 തവണ പ്രകീർത്തിച്ചാൽ യാതൊരു മാരണവും അവന് ഏൽക്കുകയില്ല. സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ കൂടുതൽ പ്രയോജനപ്രദമാണ്. അവരുടെ സിഹറിനെ നിർവീര്യമാക്കാനും സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇബത്വാല് ലഭിക്കാനും ഈ ഇസ്മിനെ മുറുകെ പിടിച്ചാൽ മതി. ധാരാളമായിട്ട് പതിവാക്കണം, എണ്ണമില്ലാതെ പതിവാക്കണം. ഒരു കൃത്യമായി എണ്ണം കരുതിയിട്ട് പതിവാക്കുകയും വേണം. അപ്പൊ നല്ല ഫലം ചെയ്യും. ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ, അത്രമേൽ സവിശേഷമായ ഒരു ഇസ്മാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഈ മാംസമോ അതേപോലെ തന്നെ ജീവികളിൽ നിന്ന് പുറപ്പെടുന്നതോ ആയ യാതൊരു കാര്യവും ഭക്ഷിക്കാത്ത നിലയില് ഈ ഇസ്മിനെ മാസങ്ങളോളം ഒരാൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പകലൊക്കെ ഒരാള് 10,000 വീതം ചൊല്ലുക. അങ്ങനെ 10,000 വീതം എല്ലാ ദിവസവും രാവിലെയും രാത്രിയൊക്കെ. ഇതിപ്പോ ഞാൻ ചെറിയ കുറച്ച് ഉപാധികളും ഷർത്തുകളാണ് പറഞ്ഞത്. ശരിക്കും ഇതിങ്ങനല്ല, കുറച്ചും കൂടെ വിശാലമായിട്ട് പറയേണ്ടതാണ്. അതൊന്നും ആരും ചെയ്യൂല, അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ അതിലേക്ക് ഇറങ്ങാത്തത്. അപ്പൊ ഇങ്ങനെ ഇത്തരം ഷർത്തുകളും കഠിനമായ ഉപാധികളൊക്കെ പാലിച്ച് രാത്രിയും പകലൊക്കെ സ്ഥിരമായിട്ട് 10,000 തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് സ്വപ്നത്തിലൂടെ ഒരു തിളങ്ങുന്ന വാള് ലഭിക്കുമെന്നുള്ളതാണ്. തൂവെള്ള നിറമുള്ള ഒരാളാണ് ആ വാൾ നൽകുക. അയാൾ ആ വാള് കൊണ്ട് അയാൾ നൽകുന്ന സമയത്ത് പറയും, നിനക്ക് തോന്നുന്നവരെയൊക്കെ ഇതുകൊണ്ട് ശരിയാക്കിക്കൊള്ളാൻ കഴിയും, ശരിയാക്കാൻ വേണ്ടി നിനക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയും. അപ്പൊ ഇതൊരു സ്വപ്നമാണ് യഥാർത്ഥത്തില്. പക്ഷേ പിന്നെ നീ ആരെങ്കിലും ഒരാളുടെ ഭാഗത്തേക്ക് നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന, നിന്നെ വധിക്കാൻ വരുന്ന, നിന്നെ കൊല്ലാൻ വരുന്ന ഒരാളുടെ ഭാഗത്തേക്ക് അയാളെ ഉദ്ദേശിച്ച് നീ കൈ കൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചാൽ മതി, ആ സമയം തന്നെ അയാളുടെ കഥ കഴിയും എന്നുള്ളതാണ്. അത്രമേൽ കഠിനമായ റിയാദകളിലൂടെ നേടിയെടുക്കേണ്ടതാണിത്. ഇപ്പൊ നമ്മളിതിങ്ങനെ ചെയ്താലും സംഭവിക്കില്ല. ഇത് ചെയ്യുമ്പോൾ അത്രയും കഠിനമായ റിയാദകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഇത് കൂടുതൽ ഫലം ചെയ്യും. അവര് നമ്മൾ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുറെ മുമ്പുള്ള വീഡിയോസിൽ ശക്തമായ റിയാദകളുണ്ട്. അപ്പൊ ഇതില് രാത്രി 10,000 തവണ, പകല് 10,000 തവണ, അതിൻ്റെ ഇടയ്ക്ക് ഈ ഇത്തരം മാംസം അതേപോലെയുള്ള ജീവികളുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരുപാട് ഉപാധികളുണ്ട്. ജനവാസങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ പോകണം, മനുഷ്യരുമായി സഹവാസം ഉണ്ടാകരുത്. അല്ലാഹ്
അല്ലാഹ് എന്ന ചിന്ത മാത്രം അവന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനെ നോമ്പുകാരനായിട്ട് കഠിനമായ റിയാദകളുടെ സബര്യകളിലൂടെ കടന്നു പോകുന്ന ആളുകളെ, അത്തരം ആളുകളെ ഈ ഇസ്മ ഈ രൂപത്തിലൊക്കെ ഉപയോഗിച്ചാൽ ഈ ഒരു കഴിവിലേക്കും ഈ ഒരു സ്ഥാനത്തിലേക്കും അവരൊക്കെ എത്തിയിട്ട് അവർക്കും ഇതുപോലെ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഈ ഇസ്മിന്റെ യൂസേജുകൾ ഇതൊക്കെ കൃത്യമായ രൂപത്തിൽ തന്നെ ഉപയോഗിക്കണം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ചില ഇസ്മുകളെ കുറിച്ച്. അതിൽ ഇസ്മുൽ ആലമിന്റെ 2 അക്ഷരങ്ങളുള്ള ഇസ്മുകള്, അതേപോലെ ഈ ഇസ്മിലും ഇസ്മുൽ ആലമില് 2 അക്ഷരമുള്ള ഇസ്മുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇസ്മുൽ ആലം എന്നുള്ളത്. അറിയാവുന്നവരൊന്ന് എഴുതണം. അങ്ങനെ അത്രമേൽ വീഡിയോ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ? അങ്ങനെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെയാണ്. കാരണം അതൊരു വീഡിയോന്റെ ഇടയിൽ വളരെ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ. അപ്പോ ആ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചു പോയ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോ തപ്പിപ്പിടിച്ച് അതിൽ നിന്ന് നോക്കാനും കഴിയില്ല. കാരണം അത്രമേൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതും ഒരു പ്രത്യേക കഴിവ് തന്നെയല്ലേ. അപ്പൊ ആർക്കാണ് അതിന്റെ ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് നോക്കട്ടെ. ഇസ്മുൽ ആലം എന്നുള്ളത് ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് അത് കേട്ട് മനസ്സിലാക്കി പറഞ്ഞത് ആരാന്നുള്ളത് പെട്ടെന്ന് നമുക്ക് തിരിയും ചെയ്യും. കാരണം ഞാനല്ല അത് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ വീഡിയോയില്. അപ്പൊ ഞാൻ പറഞ്ഞ രൂപത്തിൽ ആരാണ് എഴുതുന്നത് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇസ്മുൽ ആലമിലെ 2 അക്ഷരങ്ങള് ഈ പരിശുദ്ധമായ മുമീത്ത് എന്ന് പറയുന്ന നാമത്തിലുണ്ട്. അത് ആവർത്തിച്ചു വരുന്ന 2 അക്ഷരമാണ്. ഈ ആവർത്തിച്ചു വരുന്ന 2 അക്ഷരങ്ങൾ നമ്മൾ അന്നും പറഞ്ഞിരുന്നു. ഇസ്മുൽ ആലമിൽ ആവർത്തിച്ചു വരുന്ന 2 അക്ഷരങ്ങൾ ഉണ്ടെന്ന്. ആ ആവർത്തിച്ചു വരുന്ന 2 അക്ഷരങ്ങൾ അത് സ്ഥാനത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഇസ്മുകൾ നമ്മുടെ സ്ഥാനങ്ങൾക്ക്, നമ്മുടെ ഉയർച്ച ലഭിക്കാനും നമ്മുടെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനൊക്കെ ഇത്തരം ഇസ്മുകൾ, നമുക്ക് നല്ല റാഹത്തുള്ള ജോലി ലഭിക്കാനൊക്കെ ഇസ്മുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ഇസ്മുകളെ ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങളുള്ളത്, ഇരട്ട അക്ഷരങ്ങളുള്ളത്, ഇങ്ങനത്തെ അക്ഷരങ്ങളുള്ള ഇസ്മുകളൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മിന്റെ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ് എന്ന് പറയുന്നത് 460 മീം എന്ന് പറഞ്ഞാൽ 40 ആണ്. പിന്നെ മുമീത്ത് എന്ന് പറയുമ്പോൾ 2 മീമുണ്ട്, അത് 40. പിന്നെ ഒരു യാ ആണ് മുമീ എന്ന് പറയുന്ന യാ. അപ്പൊ 40 40 80 80 10 90. പിന്നെ താ 400 ആണ്. 400 മുമീത്ത്. അപ്പൊ ആകെ എത്രയായി? 40 40 80 80 യാ 10. അപ്പോ 80 10 90 90 താ 400. അപ്പോ 490 ആണ് ഇതിന്റെ ആദ്യത. മനസ്സിലായല്ലോ? മീം 40 40 40 40 80. പിന്നെ യാ ആണ് അബ്ജദ് ഹവ്വസ് ഹുത്തി കലമൻ. ഹുത്തി എന്ന് പറയുമ്പോ അബ്ജദ് ഹവസ് ഹുത്തി. ഹുത്തി എന്ന് പറയുമ്പോ എത്രയായി? അവിടെ യാ 10 ആയി. അപ്പോ 40 40 80 10 90 90 400. അപ്പൊ 490. ഇങ്ങനെയാണ് ആദത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 490 ആണ് ഇതിന്റെ ആദത് എന്ന് പറയുന്നത്. അപ്പൊ 490 തവണ ചൊല്ലാൻ പറ്റുന്നവരങ്ങനെ ചൊല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞ 70 തവണ ചൊല്ലാൻ പറ്റുന്നവരങ്ങനെ ചൊല്ലാം. 111 തവണ ചൊല്ലാൻ പറ്റുന്നവരങ്ങനെ ചൊല്ലാം. 101 തവണ ചൊല്ലാൻ പറ്റുന്നവരങ്ങനെ ചൊല്ലാം. ഇതിന്റെയൊക്കെ ഒരു ആദത് ഏതെങ്കിലും അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ ചോദിച്ച് ഞാൻ ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഇതിന്റെ അദദ് എത്രയാണെന്ന്, ഞാൻ ചൊല്ലേണ്ട അദദ് എത്രയാണെന്ന് ഉസ്താദ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞുതരും. ആ അർത്ഥത്തിൽ നമുക്ക് ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയൊക്കെ ചൊല്ലാവുന്നതാണ്. നമ്മുടെ ഈ മജ്ലിസ് കേട്ടിട്ട് അസ്മാഉൽ ഹുസ്നയുടെ അദദുകളൊക്കെ കൃത്യമായി എഴുതിയെടുക്കുന്നവര്, ഓരോ ഇസ്മുകളുടെ പ്രയോഗങ്ങളും എഴുതി വെക്കുന്നവര്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ സാധിക്കും. ഇത് എഴുതി വെക്കുന്നവരിലൊക്കെ ആ എഴുത്തിലും അവര് ചെലവഴിക്കുന്ന സമയത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാകും. കാരണം അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ സമയം ചെലവഴിക്കുന്നത്. അതിന് നല്ല പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദ്യ ദിവസം അത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ട്.
ഉസ്താദ് പറഞ്ഞത് ഓരോ വീഡിയോസിലാണല്ലോ, അതുകൊണ്ടത് ഓരോ വീഡിയോ കേട്ട് എഴുതിയെടുക്കൽ പ്രയാസമല്ലേ എന്ന് പറഞ്ഞവരോട് അസ്മാഉൽ ഹുസ്നയുടെ അതത് മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ അക്ഷരങ്ങളൊന്നും ശരിക്കും കാണാത്തതുകൊണ്ട് രണ്ടാമത് ക്ലിയർ ആക്കിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായ അതതുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. പലരും ആ വീഡിയോ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും പലരും വന്ന് ചോദിക്കുന്നുണ്ട് അസ്മാഉൽ ഹുസ്നയുടെ അതതുകൾ ഉസ്താദ് പറഞ്ഞിരുന്നു വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വലുതായിട്ട് അസ്മാഉൽ ഹുസ്നയുടെ അതത് കൃത്യമായി അതിന്റെ സൈസിൽ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വെക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ ഷോർട്ട് വീഡിയോ കണ്ടാൽ അതിലൂടെ അസ്മാഉൽ ഹുസ്നയുടെ അതതുകൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ നോട്ട്ബുക്കിലേക്കോ മറ്റൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ റിയാള പൂർത്തിയാക്കി വിട്ട് നല്ല ഫലം ചെയ്യും. അള്ളാഹുവിന്റെ 99 നാമങ്ങളല്ലേ. അതേപോലെ തന്നെ 12,000 ബിസ്മിയുടെ അമല് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്രാവശ്യം തന്നെ ചെയ്തവർ വീണ്ടും ചെയ്യുന്നവരുണ്ട്. അതേപോലെ സൂറത്തുൽ ഫത്ഹിന്റെ 21 തവണ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നത് 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ ഒക്കെ പാരായണം ചെയ്യേണ്ട വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തവർക്ക് നല്ല റിസൾട്ട് ലഭിച്ചാണ്. നമ്മുടെ മജ്ലിസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിച്ച ചില അമലുകൾ പറഞ്ഞുതരാം. അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളവർ ചെയ്തോ. അതിലൊന്ന് 12,000 ബിസ്മിയുടെ അമലാണ്. വളരെ പ്രസിദ്ധമായ അമല്, ഒരുപാട് ആളുകൾ ചെയ്ത അമല്. ലക്ഷങ്ങൾ നമ്മുടെ വീഡിയോ തന്നെ കണ്ടു. 10,000 ആ വീഡിയോയുടെ അമല് ചെയ്തു. 1000 അതിന്റെ റിസൾട്ട് ലഭിച്ചു. ഓരോ ദിവസവും നമ്മൾ അതിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിന്റെ അമല് 21 സൂറത്തുൽ ഫത്ഹ് ഓതേണ്ട അമല്. അതേപോലെ യാ ലത്തീഫ് എന്ന് പറയുന്നതിന്റെ അമല്. സൂറത്തു യാസീനെ കൊണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീൻ 4 തവണ ഓതേണ്ടത്, സൂറത്ത് യാസീൻ 3 തവണ ഓതേണ്ടത്, സൂറത്ത് യാസീൻ ഒറ്റ തവണ തന്നെ പറയുന്ന രൂപത്തിൽ ഓതേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെയ്തു നോക്കൂ. സൂറത്ത് യാസീൻ ലിമാ ഖുരി അലഹു എന്നുള്ളതാണ്. ഏതാവശ്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പുരുഷന്മാർക്ക് തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ പള്ളിയിൽ പോയിട്ട് സൂറത്ത് യാസീൻ ഓതേണ്ട ഒരു രൂപം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർക്ക് പ്രത്യേകം പുരുഷന്മാർക്ക് ചെയ്യാനുള്ള അമൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. തമ്പനയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ ആ അമലൊക്കെ ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ. നമ്മുടെ ഈ വീഡിയോസ് കണ്ട് രാവിലെയും വൈകുന്നേരവും നടക്കുന്ന നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പോ മജ്ലിസിൽ പങ്കെടുക്കുക, നല്ല നിയ്യത്തോടുകൂടെ പങ്കെടുക്കുക. നിയ്യത്തുകളൊക്കെ പൂർത്തീകരിക്കാൻ കാരണമാകും. നല്ല ഹൃദയശുദ്ധിയോടുകൂടെ അസ്മാഉൽ ഹുസ്നൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്താലേ അസ്മാഉൽ ഹുസ്നൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഫലം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദുകളൊക്കെ വീട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ അമലും ചെയ്തു നോക്കൂ. അത്ഭുതങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ, നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുന്നവരിൽ തന്നെ ദുആ കൊണ്ട് ഏൽപ്പിച്ചു പോകാറുണ്ട്. അതാണ് നമ്മൾ അവരോട് പറയാറുള്ളത്, മജ്ലിസിലേക്ക് വെച്ചപ്പോഴും ദുആ ചെയ്യുമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. മജ്ലിസിലേക്ക് എല്ലാവരും പങ്കെടുക്കുക. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം, ആ സമയത്ത് മാത്രമേ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാവൂ എന്നുള്ള ഓർമ്മപ്പെടുത്തന്. 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും മജ്ലിസുകളിൽ പങ്കെടുക്കുക. അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടാത്തവരെ റിയാദ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കി വീട്ടാൻ പറ്റും. കഴിയുന്നവരൊക്കെ റിയാദകൾ പൂർത്തിയാക്കി വിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കമന്റിലൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. ആ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്തു കൊടുക്കുക. അതൊക്കെ തന്നെയല്ലേ അള്ളാഹു മറ്റുള്ളവരുടെ അഭാവത്തിൽ വെച്ച് ചെയ്യുന്ന ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പൊ നല്ല ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ആത്മാർത്ഥമായി ദുആ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവരെ കൊണ്ട് ആമീൻ പറയുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട്
ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.